വളർച്ചയുടെ പടവുകൾ തേടി മനുഷ്യൻ യാത്രയാകുമ്പോൾ അവനവന്റെ കാലിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയും. അവിടെ വളർച്ചയുടെ പടവുകൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ആന്തരികമായ വളർച്ചയുടെ പടവുകളാണ്. കാരണം ശരീരം നീ നമ്മൾ എത്ര കഴിച്ചാലും വളരാൻ പോകുന്നില്ല, നീ ശോഷിക്കുകയുള്ളൂ. ഇപ്പൊ തന്നെ ക്ഷയം സംഭവിച്ചു കഴിഞ്ഞു. കുറെ കഴിയുമ്പോൾ പറയും, ആ ചേട്ടനെ കാണാനില്ലല്ലോ, ആ ചേച്ചീനെ കാണാറില്ലല്ലോ, ഗുരുതല ക്ലാസ്സിലൊക്കെ വരാറുണ്ടായിരുന്നു, ചേട്ടൻ പോയി, ചേച്ചിയും പോയി, തിരോഭാവം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴും മാറാതിരിക്കുന്നതായ ഒരു സത്യത്തിന് വേണ്ടി തന്റെ ജീവിതത്തെ മാറ്റിവെക്കേണ്ടി വരുമ്പോഴാണ് ഗുരുകുലം വരെയുള്ള പ്രസ്ഥാനങ്ങളുടെ പ്രസക്തി വരുന്നത്. യെസ്, കാരണം നമ്മുടെ ജീവിതത്തിന്റെ ഒരു വിശാലത കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ജനിക്കുന്നത് ഒരു ചെറിയ വൃത്തത്തിലാണെങ്കിൽ ജീവിക്കുന്നതും അവിടെ തന്നെ, മരിക്കുന്നതും അവിടെ തന്നെ. അല്ല, ഞാനങ്ങനെയൊന്നുമല്ല, ഞാനിങ്ങനെ യാത്രകൾ ചെയ്യുന്ന ആളാണ്. ഞാൻ ഫ്ലൈറ്റിൽ പോവും, ഞാൻ ജപ്പാനിലാണ്, ജർമ്മനിയിലാണ്, ഞാൻ ഫ്രാൻസിലാണ്, പാരീസിലാണ് എന്നൊക്കെ പറയുമ്പോഴും ഈ ആളിന്റെ ഉള്ളിൽ അറിവിന്റെ തലത്തിൽ വലിയ പരിവർത്തനമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. തനിക്ക് കിട്ടിയ വിദ്യാഭ്യാസം അനുസരിച്ച്, തനിക്ക് കിട്ടിയ അറിവനുസരിച്ച് സമ്പാദിച്ചതായ ജോലിയിൽ നിന്നും നേടിയെടുത്തതായ ഉയർന്ന സ്കെയിലിലുള്ള ശമ്പളം കൊണ്ട് നമ്മുടെ ഭൗതിക ജീവിതത്തെ കുറെ കൂടി എക്സ്റ്റെൻഡ് ചെയ്തതെന്നല്ലാതെ വേറെ എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചിട്ടില്ല. കാരണം അവന് ദുഃഖനിവൃത്തി ഉണ്ടാകുന്നില്ല. ദുഃഖനിവൃത്തി ഉണ്ടാകണമെങ്കിൽ എന്താണ് മാർഗം? അതാണ് ഇവിടുത്തെ വിഷയം. ദുഃഖത്തിൽ നിന്നും നിവൃത്തി ഉണ്ടാക്കുക. ദുഃഖത്തെ നിരാകരിക്കുന്നു. ദുഃഖത്തെ നാം നിരാകരിക്കുമ്പോൾ നാം എന്തിനെയാണ് പ്രാപിക്കേണ്ടത്? പ്രാപ്തമാക്കണ്ടേ? സാധനയുടെ ഭാഗമായി വലിയ മൂല്യങ്ങളൊന്നുമില്ലാത്ത പലതിനെയും നമ്മൾ ഒരുപക്ഷെ നിരാകരിച്ചേക്കാം. ആ മൂല്യബോധം നമുക്കുണ്ടാകുമ്പോൾ മാത്രമാണ് അത് സംഭവിക്കുന്നത്. നമ്മുടെ മൂല്യബോധത്തിന്റെ വളർച്ച എങ്ങനെ സംഭവിക്കുന്നു? വലിയൊരു അറിവിനോട് നാം നമ്മെ തന്നെ ചേർത്ത് വയ്ക്കുമ്പോൾ മാത്രമാണ്. ആ വലിയ അറിവ് എവിടെ ഇരിക്കുന്നു? ഒരു വലിയ അറിവിനോട് നാം നമ്മെ ചേർത്ത് വയ്ക്കുമ്പോഴാണ് എന്റെ നിസ്സാരത ഞാൻ അറിയുന്നത്. ഞാൻ ഇത്രയും നാൾ അറിഞ്ഞതെല്ലാം വലിയ പ്രയോജനമൊന്നുമില്ല. മറന്നുപോയ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ട് നേടിയതായ മറന്നുപോയ കുറെ അറിവുകൾ. ഈ അറിവ് നമുക്ക് ആനന്ദം തരുന്നുണ്ടോ? നമ്മുടെ ലൗകികമായ ജീവിതത്തെ കുറെ കൂടി പരിപോഷിപ്പിക്കാമെന്നല്ലാതെ ശാശ്വതമായ ശാന്തി, സമാധാനം അതെവിടെ ഇരിക്കും? ആ അറിവിലേക്കുള്ള ഉന്മുഖത, അതിനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോഴാണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇങ്ങനെയൊന്നും പോയാൽ പോരാ. എന്റെ ജീവിതത്തെ എനിക്കൊന്ന് പാകപ്പെടുത്തേണ്ടിയിരിക്കുന്നു. എങ്ങനെ പാകപ്പെടുത്തണം? ഊട്ടി നാരായണ ഗുരുകുലത്തില് നടരാജ ഗുരു കറിക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ നിത്യൻ MA ഫിലോസഫിയൊക്കെ കഴിഞ്ഞു വന്ന സമയത്ത് നിങ്ങൾ വായിച്ചു കാണും. ഗുരു ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ശിഷ്യൻ വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അദ്ദേഹവും ഒരു വെജിറ്റബിൾ എടുത്തിട്ട് കട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നടരാജ ഗുരു ചോദിച്ചു, നിത്യൻ എന്താണ് ചെയ്യുന്നത്? വെജിറ്റബിൾ കട്ട് ചെയ്യുന്നു. എന്തിനാ? അല്ല, ഗുരു കട്ട് ചെയ്യുന്നു, ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. അത് അവിടെ ഇരുന്ന ഒരു പച്ച പട്ടാണി എടുത്ത് കാണിച്ചു. ഇത് കണ്ടോ? കണ്ടു. ഈ പട്ടാണി പയറിന്റെ ഏകദേശം അത് റൗണ്ടാണെങ്കിൽ, അത് ഗ്ലോബ് ആണെങ്കിൽ
ഏകദേശം അതിൻ്റെ വലുപ്പത്തിനനുസരിച്ചാണ് ഞാൻ ഈ കാരറ്റ് മുറിക്കുന്നത്. ഈ കാരറ്റ് മുറിച്ചിട്ട് ഒരു കഷ്ണം എടുത്ത് ഈ പയർ ബ്ലോക്കിലിരിക്കുന്നതായ പട്ടാണി പയറിനോട് ചേർത്ത് വയ്ക്കുമ്പോൾ ഒരേ വലുപ്പമായിരിക്കും. നീ മുറിക്കുന്നു. അപ്പൊ നിത്യനിങ്ങനെ ചിന്തിച്ചു, ഞാൻ വന്നുപെട്ടിരിക്കുന്ന ഒരു വലിയ അപകടത്തിന്റെ മുന്നിലാണ്. നടരാജോട് പറഞ്ഞു, ഇവിടെ എന്താണ് പാചകം ചെയ്യാൻ പോകുന്നത് എന്നറിയണം. ഇവിടെ എന്താണ് പാചകം ചെയ്യാൻ പോകുന്നത്? ചോറും കൂട്ടാനുണ്ടാക്കുന്ന കാര്യം മാത്രമല്ല അതിൽ ഒതുങ്ങി നിൽക്കുന്നത്. ഒരു ഗുരുവും ശിഷ്യനും തമ്മിൽ ചേർന്ന് ജീവിക്കുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അവിടെ ഒരു കടച്ചിൽ നടക്കും, അറിവിന്റെ ഒരു കടച്ചിൽ നടക്കും. കാരണം ഗുരു അവിടെ അറിവിന്റെ പൂർണ്ണപ്രജ്ഞതയോടുകൂടി ഇരിക്കുമ്പോൾ, അറിവിന്റെ നിറവിലിരിക്കുമ്പോൾ, ആ അറിവിനെ ഉണർത്തുന്നത് ചോദ്യമയത്തിന്റെ മുന്നിലിരിക്കുന്നതായി ശിഷ്യനാണ്. ചോദിച്ചാലും കൊള്ളാം, ചോദിച്ചില്ലെങ്കിലും കൊള്ളാം. ഒരു ശിഷ്യൻ മുന്നിലിരിപ്പുണ്ടെങ്കിൽ അത് ചോദ്യമാണ്. അവനൊരുപക്ഷെ മൗനമായിരിക്കും, പക്ഷെ അവന് സമാധാനം കൊടുക്കണം. അങ്ങനെ സമാധാനം കൊടുക്കുന്നവനായിട്ടാണ് ഗുരു അവിടെ ഇരിക്കുന്നത്. അവർ രണ്ടുപേരും തമ്മിൽ ഒന്നിച്ച് ജീവിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്നതായ ഒരു അരണി കടച്ചിലുണ്ട്. ഹോമം ചെയ്യുമ്പോൾ, യാഗങ്ങൾ ചെയ്യുമ്പോൾ അരണി കടഞ്ഞാണ് അഗ്നി എടുക്കുന്നത്. ഇങ്ങനെ ഗുരുവാകുന്ന ഉത്തരാരണിയും ശിഷ്യനാകുന്ന ആരണിയും ചേർന്നിങ്ങനെ കടയുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്നതായ അറിവിന്റെ ഒരു യജ്ഞശിഷ്ടമുണ്ട്. അഗ്നി, അറിവിന്റെ അഗ്നിയാണ്. ആ അറിവിന്റെ അഗ്നിയിലാണ് തന്നെയും ഒരു സമത്തായി കണ്ടുകൊണ്ട് ആഹുതി ചെയ്യുവാൻ തന്റെ ശിഷ്യൻ ഗുരുവിന്റെ പാദങ്ങളിൽ നമസ്കരിക്കുകയാണ്. കാരണം തന്റെ ഈ ശരീരം ഞാൻ ഗുരുവിന്റെ പാദങ്ങളിൽ സമർപ്പിക്കുമ്പോൾ, അല്ലയോ ഗുരു, ഞാൻ അവിടത്തേക്ക് ദാസനായിട്ടിരിക്കുന്നു. എന്നെ ശ്രേഷ്ഠകരമായ ഒരു മാർഗം എനിക്ക് കാണിച്ചു. ഈ ഉള്ളവൻ അങ്ങയെ സേവിച്ചുകൊണ്ട് ജീവിക്കുവാൻ തീരുമാനിച്ചുകൊണ്ട് ഒരു സമർപ്പിത ജീവിതമായി തീരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇതാ എന്നെ സമർപ്പിച്ചിരിക്കുന്നു. അവിടെ തപമാരംഭിക്കുകയാണ്. എന്നെ സ്വതന്ത്രമായ ഇച്ഛയൊന്നും ശിഷ്യനില്ല, ഒരു ഗുരുവിന്റെ അടിമ തന്നെയാണ്. എന്തിനാണ് ഗുരുവിന്റെ അടിമയായിരിക്കുന്നത്? പരമമായ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം കളയാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു ഉടമ്പടികളിൽ ഏർപ്പെടാത്തത്. ശരിയല്ലേ? ചിലരെന്നോട് പറയാറുണ്ട്, സ്വാമിയുടെ ജീവിതമൊക്കെ എന്ത് സുഖം, ഞങ്ങളൊക്കെ കിടന്ന് കഷ്ടപ്പെടുക. എന്നാൽ ഞാൻ എന്നാ വാ കൂടെ വാ. അയ്യോ അത് പറ്റൂല. എന്താ പറ്റാത്ത? ഇത് സുഖാണെങ്കിൽ അങ്ങ് പോരാലോ. അപ്പോൾ ഗുരുവുമായിട്ടുള്ളൊരു വേഴ്ച ഏതൊരു മനുഷ്യനും, ബ്രഹ്മചാരിയായാലും കൊള്ളാം, ഗൃഹസ്ഥനായാലും കൊള്ളാം, വാനപ്രസ്ഥി ആയാലും കൊള്ളാം, എപ്പോഴും അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു ഉയർന്ന മൂല്യത്തോട് സദാസമയവും സംവേദനം ചെയ്തുകൊണ്ടിരിക്കുന്ന, സദാസമയവും അതിനെ ആത്മാവിന്റെ ആഴങ്ങളിൽ കൊണ്ടേ പരിശോധിച്ചു നോക്കേണ്ടുന്നവനായി തീരണം. അവിടെയാണ് ആ വ്യക്തിക്കൊരു വളർച്ച ഉണ്ടാകുന്നുള്ളൂ, ഒരു വിശാലത ഉണ്ടാകുന്നുള്ളൂ. ഇവിടെയാണ് തപസ് ആരംഭിക്കുന്നത്. നമ്മൾ നടരാജനെ കണ്ടിട്ടില്ലേ? ഏതാണ്? ആ നടരാജന്റെ കാര്യം ഞാൻ പറഞ്ഞത്. തിരുനടനം ചെയ്യുന്ന നടരാജൻ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അത് നടരാജ വിഗ്രഹം തന്നെ ഒരു വലിയ ലാംഗ്വേജാണ്, പ്രോട്ടോ ലാംഗ്വേജാണ്. ഒരു വലിയ രഹസ്യമാണ് അത് വെളിപ്പെടുത്തുന്നത്. അത്ഭുതകരമായ
ലോകത്തിലുള്ള എല്ലാ മനീഷികളെയും സ്വാധീനം ചെയ്ത ആ വിഗ്രഹഭാഷ ശിവമൗലിയിൽ കാണുന്ന ചന്ദ്രകല തൻ്റെ വലതുകാൽ ഊന്നി നിൽക്കുന്നത് എവിടെയാണെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു. ഒരു കുറിയ മനുഷ്യന്റെ മുകളിലാണ്. കണ്ടിട്ടുണ്ടോ? വീട്ടിൽ പോയി നോക്കണം, അല്ലെങ്കിൽ നെറ്റെടുത്ത് നോക്കണം. നടരാജ വിഗ്രഹത്തിന്റെ ചിത്രമെടുത്തിട്ട് അതിൽ നോക്കണം. ഭഗവാന്റെ വലതുകാലിന്റെ പെരുവിരൽ എവിടെയാണ് കുത്തി നിൽക്കുന്നത്? ഒരു കുറിയ മനുഷ്യനോട് കിടപ്പുണ്ട്. നീളം കുറഞ്ഞ് ഇത്രയുള്ള ഒരു മനുഷ്യനോട് കിടപ്പുണ്ട്. അതിലാ കുത്തി നിൽക്കുന്നത്. ആ കുറിയ മനുഷ്യൻ എന്ന് പറയുന്ന ആസുരീയതയുടെ സമൂർത്തമായ ഭാവമാണ്. വിഷയലോലുപതിയുടെ ഒരു തലം, എല്ലാ ക്ലേശങ്ങളുടെയും ദുഃഖങ്ങളുടെയും ഒരു തലം. നരകം എന്ന് നമ്മൾ ഒറ്റ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നതായ ഒന്ന് ഇതിന് ചവിട്ടി മെതിക്കപ്പെടുകയാണ്. ആര്? ശിവൻ. കാരണം അദ്ദേഹം വൈരാഗ്യാണ്. അതേ വിഷയങ്ങളെ മുഴുവനും തിരുനടനം ചെയ്ത് സംഹരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഐഹികതയുടെ ആ തലത്തെ സംഹരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ സംഹരിച്ചുകൊണ്ട് പരമമായ ആഹ്ലാദത്തിന്റെയും പരമമായ ആനന്ദത്തിന്റെയും തലത്തിലേക്ക് എങ്ങനെ ഉയർന്നു പോകണം എന്ന് കാണിച്ചു തരുന്നു. അത് ശിവമൗലിയിൽ കാണുന്നതായ പ്രഭ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നതായ ആ ചന്ദ്രക്കല നമുക്ക് തരുന്നതായ ആഹ്ലാദം, അത് പരമാനന്ദത്തിൻ്റെതാണ്. നമ്മുടെ ജീവിതത്തിന്റെ അന്തിമ ലക്ഷ്യമായിരിക്കുന്നതായ ആത്മസാക്ഷാത്കാരത്തിന്റെ പ്രതീകം എന്നുള്ള നിലയിലാണ് ശിവമൗലിയിൽ കാണുന്ന ചന്ദ്രക്കല. ചന്ദ്രക്കല കണ്ടാൽ ആരാണ് ആഹ്ലാദിക്കാത്തത്? ആരാണ് സന്തോഷിക്കാത്തത്? അതിന്റെ ഇഹകോടിയാണത്, മറ്റത് പരകോടിയാണ്. അപ്പൊ തിരുനടനത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്ന എന്താണ്? നിന്റെ ഉള്ളിൽ തന്നെ നിറഞ്ഞിരിക്കുന്നതായ പരമാനന്ദാനുഭൂതിയുടെ ഒരു തലത്തെ ഭഗവാൻ ശിവമൗലിയിൽ ചന്ദ്രകല തെളിയിച്ചുകൊണ്ട് നമുക്ക് കാണിച്ചു തരുന്നു. അതോടൊപ്പം തന്നെ താൻ ചവിട്ടി മെതിക്കപ്പെടേണ്ട ആശ്ചര്യതയുടെ ഒരു ലോകം, ഇതിൽ നിന്നാണ് നമുക്ക് ഉയർന്നു വരേണ്ടത്. അടിച്ചമർത്തിച്ചിരിക്കുകയാണ്. ഒന്ന് സംഹാരത്തിന്റെ തലം, മറ്റൊന്ന് കൃപാകടാക്ഷത്തിന്റെ മറ്റൊരു തലം. അതെ, ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിന്റെ ഒരു സന്ദർഭത്തെ മുന്നിൽ വെച്ചുകൊണ്ട് കാണിച്ചു തരുന്നു. ഇനി ജീവിതമാകുന്ന സന്ദർഭത്തിന്റെ ഇരു കോടികളെയും ഒരേ സമയം കാണിച്ചു തന്നുകൊണ്ട് ആധ്യാത്മികതയുടെ സമഗ്രമായ ഒരു രൂപം അവതരിപ്പിക്കുകയാണ്. ഒന്നിനെ തള്ളിക്കളഞ്ഞുകൊണ്ടല്ല മറ്റത്. ഇതിനെയാണ് യോഗാത്മകത എന്ന് പറയുന്നത്. ഒന്ന് ഇഹകോടിയാണെങ്കിൽ ഒന്ന് പരകോടിയാണ്. രണ്ടും സന്നിവേശനം ചെയ്യുന്നത് എവിടെയാണ്? തിരുനടനം ചെയ്തുകൊണ്ടിരിക്കുന്നതായ ശിവനിലാണ്. ശിവത്വമാണ്. അപ്പൊ ശിവനെ കേന്ദ്ര ബിന്ദുവാക്കിക്കൊണ്ട് നാം ആധ്യാത്മികതയുടെ മർമ്മത്തിലേക്ക് നോക്കുമ്പോൾ ഒരു വലിയ സന്ദേശമാണ് നമുക്ക് തരുന്നത്. ഇത്ര അത്ഭുതകരമായ ഒരു ലാംഗ്വേജ് നാരായണ ഗുരു വിനായകാഷ്ടകത്തിൽ പറയുന്നു എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു. എന്താണ്? ശിരശ്രീമതിന്ദു, ശിരശ്ശിൽ ശ്രീമത്തായിട്ടുള്ള ഇന്ദുവിനെ ധരിച്ചിരിക്കുന്നവൻ. അപ്പോൾ അതിന്റെ ഇഹകോടിയിൽ ഇതുകൂടി കാണണം. ഈശാവാസ്യപനിഷത്തിൽ എന്ത് പറയുന്നു? ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തക്തേന ഭുഞ്ജേതാമാകൃതകസ്യ സിദ്ധിനം അസുരിയ നാമതേ ലോക അന്തേന തമസാമൃതാഃ താംസ്തേ പ്രേത്യാഭിഗച്ഛന്തി യേകേ ആത്മഹനോ ജനാഃ.
അപ്പോൾ ഒരു സന്ദർഭത്തെ ഈശ്വരീയതയുടെ അത്യുദാത്തമായിട്ടുള്ള ഒരു തലം നമുക്ക് കാണിച്ചു തരുന്നു. ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന ഭുഞ്ജേധാമാകൃതകസ്യ സിദ്ധനം അസുരീയ നാമതേ ലോക അന്ധേന തമസാവൃതാഃ താംസ്തേ പ്രേത്യാഭിഗച്ഛന്തി ഏകേ ചാമഹനോ ജനാഃ. ഏതാ വേണ്ടത്? സമസ്ത പ്രപഞ്ചത്തിലും ഈശൻ ആവാസിതമായിരിക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് ചരിക്ക മുക്തനായി. ഇവിടെ നീ മുക്തനായി ചരിക്കണമോ, അതെയോ ആസുരീയതയുടെ ലോകത്തിലേക്ക് പോയിട്ട് അവിടെ ജീവിക്കണോ? രണ്ട് ഓപ്ഷനാണ്. ആസുരം ലോകമൊന്നുണ്ട്, കോരിരുട്ടാലതാവൃതം, മോഹമാത്മാത്മഹന്താക്കൾ പോകുന്നു മൃതരായതിൽ. സർവ്വതനും ഈശ്വരൻ നിറഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈശ്വരീയമായി ജീവിച്ച് ആനന്ദിക്കണമോ, അതെയോ മോഹമാർന്ന ആത്മഹന്താക്കളായിട്ട് തന്റെ ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കണം? രണ്ടു വഴിയും ഒരേ സന്ദർഭത്തിൽ നമുക്ക് കാണിച്ചു തരികയാണ്. ആധ്യാത്മികത എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും ഒരു വശത്തേക്ക് തിരിയുകയല്ല, മറിച്ച് രണ്ടു വശങ്ങളെയും ചൂണ്ടിക്കാണിച്ചിട്ട് അതിന് രണ്ടിനും പൊരുളായിരിക്കുന്നതായ അറിവിന്റെ കേന്ദ്രസ്ഥാനത്തെ കാണിച്ചു തരും. ഏകമായിരിക്കുന്ന ഈ അറിവ് തന്നെയാണ് ഈശ്വനായിട്ടും അതിന്റെ മറുവശം എന്നുള്ള നിലയിൽ ഈ ആസുരീയമായിട്ടും ഇരിക്കുന്നത്. രണ്ടും രൂപപ്പെട്ടു വന്നത് എവിടെ നിന്നാണ്? ഒരേ മൂല്യത്തിൽ നിന്ന് തന്നെയാണ്. ഇവിടെയാണ് നാരായണ ഗുരു പറയുന്നത് നടുനില സ്വീകരിക്കണം. ആ വലതുവശത്തേക്കും ധനാത്മകതയുടെ വശത്തേക്കും പോകുന്നില്ല, ഋണാത്മകതയുടെ വശത്തേക്കും പോകുന്നില്ല. രണ്ടിനെ നിരാകരിച്ചുകൊണ്ട് അതിന് കേന്ദ്രസ്ഥാനമായിരിക്കുന്നതായ മധ്യബിന്ദുവിൽ നിൽക്കുന്നു. അത് അറിവിന്റെ കേന്ദ്രീകൃത സ്വഭാവമാണ് കാണിച്ചു തരുന്നത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ശ്രുതശ്രീ മുകുന്ദം. അങ്ങനെയുള്ളവനാണ് വിനായകൻ. എങ്ങനെയുള്ളവൻ? ശ്രീസഹിതനായ മുകുന്ദൻ ആശ്രിതനായി വന്ന് പരിസേവ ചെയ്യുന്നു. നമ്മൾ ഈ ഹോമം ചെയ്തപ്പോൾ പറഞ്ഞില്ലേ, ശ്രേയശ്ച പ്രേയശ്ച പ്രേയച്ച സ്വാഹ. ശ്രേയസ്സും പ്രേയസ്സും. ശ്രേയസ് എന്ന് പറയുന്നത് മോക്ഷമാർഗമാണ്. പ്രേയസ് എന്ന് പറയുന്നത് ഭൗതികതയുടെ സമൃദ്ധിയാണ്. ശ്രേയസ്കരമായ മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ എങ്ങനെയാണോ നിന്നെ ഭൗതികമായ സമൃദ്ധി വന്ന് പുലുകുന്നത്, അതുപോലെ ഇവിടെ ശ്രേയസിന്റെ കേന്ദ്രസ്ഥാനമായിരിക്കുന്നതായ വിനായകനെ ലക്ഷ്മി സമേതനായിട്ട് മുകുന്ദൻ വന്ന് പരിസേവ ചെയ്യുന്നു. വിഷ്ണു പോലും വന്ന് പൂജിക്കുന്നു. ലക്ഷ്മി എന്ന് പറയുമ്പോൾ എന്താണ്? ധനലക്ഷ്മിയാണ്. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും കേദാരമാണ്. അപ്പോൾ നാം എല്ലാം ത്യജിച്ച് ശ്രേയസ്കരമായ മാർഗത്തിലൂടെ സഞ്ചരിച്ച് മോക്ഷപഥത്തിലേക്ക് അടുക്കുമ്പോൾ ഈ ഐഹികമായിട്ടുള്ള എല്ലാ സമൃദ്ധിയും നമ്മളെ സേവ ചെയ്യാൻ വരുന്നു. അപ്പൊ മോക്ഷമാർഗം വേണ്ട, ശ്രേയസ്കരമായ മാർഗം നമുക്ക് വേണ്ട എന്ന് നനച്ചിട്ട് തികച്ചും ഭൗതികമായ ഒരു തലത്തിൽ തന്റെ ജീവിതത്തെ കാണുന്നവന് അത് കിട്ടും, ഭൗതികം കിട്ടും. ലക്ഷങ്ങളും കോടികളും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ ശ്രേയസിന്റെ ശാന്തി, സമാധാനം, ഐശ്വര്യം ഉണ്ടാകുവാൻ പോകുന്നില്ല. എന്നാൽ ശ്രേയസിന്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുകയാണെങ്കിലോ ശ്രേയസ്കരമായതെല്ലാം തന്റെ ജീവിതത്തിൽ ഐശ്വര്യമായി സംഭവിക്കുകയും എല്ലാവിധ ധനസമൃദ്ധികളും വന്ന് നമ്മളെ സേവിക്കുകയും ചെയ്യുന്നു എന്ന് ഗുരുക്കന്മാർ കാണിച്ചു തരുമ്പോൾ ആധ്യാത്മികതയുടെ പാത സ്വീകരിക്കുന്നതിന് ഇരട്ടി ലാഭമല്ലേ ഉള്ളൂ. അത് എന്തുകൊണ്ട് അറിയുന്നില്ല. അപ്പൊ പലരും പറയാറുണ്ട്, സ്വാമി ജീവിതം ഞങ്ങൾക്കൊന്ന് ആഘോഷിക്കണ്ടേ, അതുകൊണ്ടാണ്. എല്ലാം താൽക്കാലികമായ ആഘോഷങ്ങളാണ്.
ഈ ശ്രേയസ്കരമായ മാർഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുമെന്ന് തീരുമാനിക്കുകയും അതിൽ സഞ്ചരിക്കുകയും ചെയ്യണമെങ്കിൽ നല്ല ബുദ്ധി വേണം, നല്ല വിവേകം വേണം, അതിന് നല്ല ചാതുര്യം വേണം. യോഗ കർമ്മസ്വ കൗശലം എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നില്ലേ? എങ്ങനെയാണ് ഈ കർമ്മത്തിൽ കുശലത കണ്ടുകൊണ്ട് യോഗം അനുഭവിക്കുന്നത്? അതാണ് നമ്മൾ ഈ സന്ദർഭങ്ങളിൽ ചിന്തിക്കേണ്ടത്. എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഗതമായി വരുന്നതായ കർമ്മങ്ങളെ നമ്മളെ ആക്രമിക്കാതെ അതിൽ സ്വതന്ത്രമായി ഇരുന്നു കൊണ്ട് അതിന് വേണ്ടവണ്ണം ചെയ്ത് തീർത്തുകൊണ്ട് നമുക്ക് ശ്രേയസ്കരമായ മാർഗത്തിൽ എങ്ങനെ സഞ്ചരിക്കാം, നമുക്ക് നഷ്ടമുണ്ടാവാതെ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തിലേക്ക് അതിനെ എങ്ങനെ അടുപ്പിക്കാം എന്നുള്ളതായ ഒരു സമഗ്രമായ ഒരു അറിവിന്റെ ദർശനമാണ് ആധ്യാത്മിക ദർശനം എന്ന് പറയുന്നത്. അത് അറിവിന്റെ ശാസ്ത്രമായതുകൊണ്ട് വേദാന്തം എന്ന് പറയുന്നത്. വേദാന്തം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദ സയൻസ് ഓഫ് നോളജ്. ഈ അറിവിന്റെ ശാസ്ത്രത്തെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ വിനായകാഷ്ടത്തിലൂടെ കടന്നു പോകുമ്പോഴും ഒരു സ്തോത്രകൃതി എന്ന് പറഞ്ഞ് നമ്മളെ നിസ്സാരവൽക്കരിക്കാൻ കഴിയാത്ത മാതിരിയുള്ളതായ നിഗൂഢമായ രഹസ്യങ്ങൾ, എല്ലാ ആധ്യാത്മിക രഹസ്യങ്ങളും ഇതിന്റെ ഓരോ അക്ഷരങ്ങളിലും ഓരോ വാക്കുകളിലും ഉള്ളടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്, വേദാന്ത ചിന്ത അതിനെ സംബന്ധിച്ചുള്ളതായ പഠനവും മനനവും ജീവിതത്തിൽ തുടർന്നുകൊണ്ട് പോകണം. അതോടൊപ്പം തന്നെ സാധന ചെയ്യുവാനുള്ളതായ സന്ദർഭവും വിട്ടുകളയുവാൻ പാടില്ല.